ശരി, ജിജീഷാണ് വിവരങ്ങൾ നൽകിയത്. പൃഥ്വിരാജിന്റെ വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കണമെന്ന യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗണേഷ്. പൃഥ്വിരാജ് സിനിമകളുടെ ആശയങ്ങൾ ദേശവിരുദ്ധമാണ്, തീവ്രവാദ ആശയങ്ങളെ വെള്ളപൂശുന്നുവെന്ന വിമർശനം. ദേശീയ അന്വേഷണ ഏജൻസികൾ കാര്യങ്ങൾ പരിശോധിക്കണമെന്നും കെ ഗണേഷ് ഫേസ്ബുക്കിൽ ആവശ്യപ്പെടുന്നു. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേർന്നുണ്ട്. പ്രജിത്ത്, എമ്പുരാൻ എന്ന സിനിമ അത് കൂടുതൽ വിവാദങ്ങളിലേക്കും ചർച്ചകളിലേക്കും വഴിവെക്കുകയാണ്. ഒപ്പം ഇപ്പോൾ മറുവശത്ത് അതിനെതിരെ കൂടുതൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ യുവമോർച്ച ആവശ്യപ്പെടുന്നത് നടൻ പൃഥ്വിരാജിൻ്റെ വിദേശ ബന്ധങ്ങൾ പരിശോധിക്കണം. ഒപ്പം ഇനി അറിയേണ്ടത് ഈ ഒരു സിനിമയുടെ അല്ലെങ്കിൽ കഥാതന്തു സംബന്ധിച്ചുള്ള ഈ വിമർശനങ്ങളൊക്കെ തന്നെയും കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് വഴി മാറണം എന്നുള്ളൊരു കാര്യമല്ലേ ഉള്ളത്? വലിയ വിമർശനമാണ് എമ്പുരാൻ സിനിമയുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയർന്നത്. പിന്നീട് വിവിധ തലങ്ങളിൽ നിന്ന് അതിനെതിരെ വലിയ വിമർശനങ്ങൾ വന്നു. ഇപ്പോൾ യുവമോർച്ച വലിയ രീതിയിലുള്ളൊരു വിമർശനവുമായി അല്ലെങ്കിൽ ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. എമ്പുരാൻ സിനിമയുടെ സംവിധായകനും നടനുമായ പൃഥ്വിരാജിന്റെ വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കണമെന്നാണ് യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗണേഷ് ആവശ്യപ്പെട്ടത്. അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചൊരു കുറിപ്പിലൂടെയാണ് ഇത്തരം ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആടുജീവിതം സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം പൃഥ്വിരാജിന്റെ സിനിമകളിലൂടെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന ആശയങ്ങൾ തികച്ചും ദേശവിരുദ്ധമാണ്. കുരുതി, ജനഗണമന, എമ്പുരാൻ തുടങ്ങി നിൽക്കുന്ന തീവ്രവാദ ആശയങ്ങളെ വെള്ളപൂശുന്ന കഥാതന്തുവാണ് പൃഥ്വിരാജിന്റെ സിനിമകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആടുജീവിതത്തിന്റെ ഷൂട്ടിനിടെ ജോർദാനിൽ കുടുങ്ങിയ പൃഥ്വിരാജ് അവിടെ ആരൊക്കെയായിട്ടാണ് സമ്പർക്കം പുലർത്തിയതെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള അറേബ്യൻ ജീവിതത്തിനിടയിൽ IS ഉൾപ്പെടെയുള്ള ഭീകരവാദികളുടെ ആശയങ്ങളിൽ പ്രേരിക്കപ്പെട്ടിട്ടാണോ പൃഥ്വിരാജ് ഇത്തരം ദേശവിരുദ്ധ ആശയങ്ങൾ തന്റെ സിനിമകളിലൂടെ പ്രചരിപ്പിക്കുന്നതെന്ന് സംശയിക്കണം. അതുകൊണ്ട് തന്നെ ദേശീയ അന്വേഷണ ഏജൻസികൾ ഇക്കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും ബഹിഷ്കരിക്കാനല്ല, മറിച്ച് എമ്പുരാൻ ഒളിച്ചു കടത്തുന്നത് ദേശവിരുദ്ധത തന്നെയാണ് എന്ന് അടിവരയിട്ട് പറയാമെന്നുമാണ് ഇപ്പോൾ യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്.